സഹൃദയരെ, എല്ലാവർക്കും ട്രിപ്പ് ഓഫ് കേരളയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ദേശീയപാത 66-ന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഏറ്റവും പുതിയ അപ്ഡേഷനുമായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന 28ാമത് വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ചിൽ ഉൾപ്പെട്ട കോരിയാട് മുതൽ താഴെ ചേളാരി വരെയുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തു. ഇന്ന് നമ്മൾ ചേളാരി മുതൽ ഈ റീച്ചിൻ്റെ ബോർഡറായ രാമനാട്ടുകര ബൈപ്പാസ് വരെയുള്ള വീഡിയോ ആണ് അവതരിപ്പിക്കുന്നത്. താഴെ ചേളാരി ചെട്ടിപ്പടി റോഡ് തുടങ്ങുന്ന സ്ഥലത്ത് ഒരു അണ്ടർപാസ് വരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടങ്ങളിൽ നിലവിലുള്ള റോഡിൻ്റെ ഇടതുവശം ചേർന്നാണ് വീതി കൂട്ടൽ പ്രവൃത്തി നടക്കുന്നത്. താഴെ ചേളാരി മുതൽ ഏതാണ്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷൻ എത്തുന്നത് വരെ ഇടതുഭാഗം ചേർന്ന് വീതി കൂട്ടി പോകുന്ന റോഡ് IOCയുടെ ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷൻ എത്തുന്നതോടുകൂടി പിന്നീട് അത് വലതു ഭാഗത്തേക്ക് മാറിയാണ് ആ റീഅലൈൻമെൻറ്റ് വരുന്നത്. ചേളാരി അങ്ങാടിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സമസ്തയുടെ ആസ്ഥാന മന്ദിരത്തിന് മുമ്പിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പൂർണ്ണമായും പൊളിച്ചു നീക്കിയാണ് അവിടങ്ങളിൽ റോഡ് കടന്നു പോകുന്നത്. സമസ്തയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടവും അതിനുശേഷമുള്ള മറ്റു കെട്ടിടങ്ങളും പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികൾ അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അവിടെ പിന്നീട് റോഡിൻ്റെ വലതുഭാഗത്ത് തന്നെയാണ് വീതി കൂട്ടൽ പ്രവൃത്തി നടക്കുന്നത്. ചേളാരി അങ്ങാടി കഴിഞ്ഞുള്ള ആദ്യ വളവ് നിവർത്തുന്നതിന് വേണ്ടി ആ വളവെത്തുന്നതോടുകൂടി പിന്നീട് ഇടതുഭാഗം ചേർന്നുള്ള റീഅലൈൻമെൻറ്റാണ് വരുന്നത്. അവിടങ്ങളിൽ ഒരു കുറഞ്ഞ പ്രദേശം മാത്രം ടാറിങ് ചെയ്ത് നിർത്തിയതായി നമുക്ക് കാണാൻ പറ്റും. നിലവിൽ നമ്മൾ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട 2ാമത് എഡിഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ 2ാം എഡിഷനിലെ അവസാനത്തെ വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ദേശീയപാത 66-ന്റെ വികസന പ്രവർത്തനത്തിൽ ചരിത്ര താളുകളിൽ അടയാളപ്പെടുത്തേണ്ട ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും പോലീസ് നടപടികളും എല്ലാം നേരിട്ട് ജില്ലയാണ് മലപ്പുറം ജില്ല. എങ്കിലും കേരളത്തിൽ ദേശീയപാത 66-ന് ആവശ്യമായ 100% സ്ഥലവും ഏറ്റെടുത്ത് പൂർത്തിയാക്കിയ ആദ്യ ജില്ലയും മലപ്പുറം ജില്ലയാണ് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ നിലവിൽ അതിവേഗം പ്രവൃത്തി പുരോഗമിക്കുന്ന ജില്ലകളിൽപ്പെട്ട ഒരു ജില്ല കൂടിയാണ് മലപ്പുറം ജില്ല. ചേളാരി പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് നമ്മളെത്തുന്നത് പാണമ്പ്രയിലേക്കാണ്. പ്രമുഖ മലയാള ചലച്ചിത്ര താരം ജഗതി ശ്രീകുമാർ അപകടത്തിൽപ്പെട്ടത് ഈ പാണമ്പ്ര വളവിൽ വെച്ചാണ്. അപകടകരമായ ഇറക്കത്തോട് കൂടിയ വളവുള്ള പാണമ്പ്ര വളവിനെ നിവർത്തുന്നതിന് വേണ്ടി 300 മീറ്ററിലാണ് അവിടെ റീഅലൈൻമെൻറ്റ് വരുന്നത്. പാണമ്പ്ര വളവ് കഴിഞ്ഞുള്ള കയറ്റത്തിൽ വലതുവശത്തായി KNR കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മിക്സിംഗ് ആൻഡ് കോൺക്രീറ്റ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. അവിടം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ കോഹിനൂർ വരെയുള്ള പ്രദേശത്ത് റോഡിൻ്റെ ഇടതുഭാഗം ചേർന്നാണ് വീതി കൂട്ടൽ പ്രവൃത്തി നടക്കുന്നത്. കോഹിനൂർ അങ്ങാടിയിലെ വളവ് കുറക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു റീഅലൈൻമെൻറ്റ് കൂടിയാണ് ഇടതുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കോഹിനൂർ അങ്ങാടി പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ റോഡിൻ്റെ ഇടതുവശം ചേർന്നുകൊണ്ട് തന്നെയാണ് വീതി കൂട്ടൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടം പിന്നിട്ട് കോഴിക്കോട് സർവകലാശാലയുടെ മുന്നിലെത്തുമ്പോൾ പ്രധാന ഗേറ്റിന് മുന്നിലായി ഒരു റീഅലൈൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ റീഅലൈൻമെൻറ്റ് തുടക്കത്തിൽ തന്നെ യൂണിവേഴ്സിറ്റി ഗേറ്റിന് മുന്നിലായി ഒരു ഓവർപാസ് വരുന്നുണ്ട്. അവിടെ നിന്നും റോഡിൻ്റെ ഇടതുവശം ചേർന്ന് ആരംഭിക്കുന്ന റീഅലൈൻമെൻറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ടുള്ള വളവിനെ ക്രോസ് ചെയ്തുകൊണ്ട് നേർരേഖയാക്കിക്കൊണ്ട് ഏതാണ്ട് 500 മീറ്റർ നീളത്തിലുള്ള റീഅലൈൻമെൻറ്റാണ് അവിടെ വരുന്നത്. ആ റീഅലൈൻമെൻറ്റ് വരുന്നതോടുകൂടി യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പലം റോഡിലുള്ള വളവ് പൂർണ്ണമായും നിവർത്തി സ്ട്രൈറ്റ് റോഡായി അവിടെ മാറുമെന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം. ആ റീഅലൈൻമെൻറ്റ് റോഡ് നിലവിലുള്ള ദേശീയപാതയുമായി ചെട്ടിയാർമാട് ബസ് സ്റ്റോപ്പിന് തൊട്ട് മുന്നിലായി ജോയിൻ ചെയ്യുന്നുണ്ട്. അവിടം പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചെട്ടിയാർമാടിനും പൈങ്ങോട്ടൂരിനുമിടയിലുള്ള വളവുകൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി 2 റീഅലൈൻമെൻറ്റ് കൂടി വരുന്നുണ്ട്. നാട്ടുകരക്കും ചേളാരിക്കുമിടയിലുള്ള ഈ പ്രദേശം ചെറുതും വലുതുമായ
നിരവധി വളവുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ വിവിധ ഇടങ്ങളിലായി വ്യത്യസ്ത റീഅലൈൻമെൻറ്റുകളോട് കൂടിയാണ് വളവുകളെ പരമാവധി നിവർത്തിക്കൊണ്ട് പുതിയ റോഡ് കടന്നു വരുന്നത്. മലപ്പുറം ജില്ലയിലെ ഈ ആദ്യ റീച്ചിൽ ഏതാണ്ട് 12 ഓവർപാസുകളും 10 അണ്ടർപാസുകളും 2 ഫ്ലൈ ഓവറുകളും 3 വയാഡക്റ്റ് പാലങ്ങളും ഒരു മേജർ പാലവും അതോടൊപ്പം തന്നെ 29 ഇടങ്ങളിലായി റീഅലൈൻമെൻറ്റുകളുമുണ്ട്. മറ്റ് റീച്ചുകളിൽ നിന്ന് അപേക്ഷിച്ച് ഓവർപാസുകളുടെയും അണ്ടർപാസുകളുടെയും എണ്ണം താരതമ്യേന മലപ്പുറത്തെ ആദ്യ റീച്ചിൽ അല്പം കൂടുതലാണ് എന്ന് തന്നെ പറയാം. ജനസാന്ദ്രത കൂടിയ മേഖലയായതിനാലും തിരക്കുള്ള അങ്ങാടികൾ ആയതിനാലും വിവിധ ഉൾഗ്രാമങ്ങളിലേക്കുള്ള വഴികൾ ഈ അങ്ങാടികളിലൂടെ ആയതിനാലുമാണ് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ അണ്ടർപാസുകളും ഓവർപാസുകളും അനുവദിക്കേണ്ടി വരുന്നത്. അവിടെ പിന്നീട് നമ്മളെത്തുന്നത് കാക്കഞ്ചേരി ഏരിയയിലാണ്. കാക്കഞ്ചേരി അങ്ങാടിയിൽ കൊട്ടപ്പുറം റോഡ് തുടങ്ങുന്നിടത്ത് ഒരു ഓവർപാസ് വരുന്നുണ്ട്. ഉയർന്നു നിൽക്കുന്ന ആ പ്രദേശങ്ങളൊക്കെ ഒരൽപ്പം മണ്ണെടുത്ത് കട്ട് ചെയ്ത് താഴ്ത്തിയാണ് പുതിയ റോഡ് വരുന്നത്. കാക്കഞ്ചേരി അങ്ങാടി കഴിഞ്ഞ് വരുന്ന വലിയ വളവിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ആ വളവെത്തുന്നതിൻ്റെ അല്പം മുമ്പായി വലതുഭാഗത്തേക്ക് മാറി കാക്കഞ്ചേരി കഴിഞ്ഞുള്ള HP പെട്രോൾ പമ്പിനോട് ചാരിയിട്ടുള്ള ഒരു റീഅലൈൻമെൻറ്റിൽ ആ വളവിനെ പൂർണ്ണമായും ഒഴിവാക്കിയാണ് റോഡ് കടന്നു പോകുന്നത്. കാക്കഞ്ചേരി പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ ചില ഭാഗങ്ങൾ നിരത്തിയിട്ടതൊഴിച്ചാൽ ആ പ്രദേശങ്ങളിലൊന്നും കാര്യമായ നിർമ്മാണ പ്രവൃത്തികളൊന്നും നിലവിൽ നടക്കുന്നതായി കാണുന്നില്ല. അവിടെ പിന്നീട് നമ്മളെത്തുന്നത് ഇടിമുഴിക്കൽ സ്പിന്നിങ് മിൽ മേഖലയിലാണ്. സ്പിന്നിങ് മിൽ ജംഗ്ഷനിൽ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട്. അവിടവും നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും നേരത്തെ നമ്മൾ അവതരിപ്പിച്ച വീഡിയോയിൽ നിന്ന് അധികമായിക്കൊണ്ട് പുതിയ പ്രവൃത്തികളൊന്നും അവിടെ നടക്കുന്നതായി കാണുന്നില്ല. ഏതായിരുന്നാലും അവിടെ വിട്ട് പിന്നീട് നമ്മൾ ഇടിമുഴിക്കൽ അങ്ങാടിയോടടുക്കുമ്പോൾ ഹൽവ ബസാർ കഴിഞ്ഞ ഉടനെ ഇടിമുഴിക്കൽ അങ്ങാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീഅലൈൻമെൻറ്റ് വരുന്ന പ്രദേശമാണ്. ഇടിമുഴിക്കൽ അങ്ങാടി എത്തുന്നതിൻ്റെ ഏതാണ്ടൊരു 300-400 മീറ്റർ മുമ്പായി ഇടതുഭാഗത്തേക്ക് വഴിമാറി സഞ്ചരിക്കുന്ന റോഡ് ഇടിമുഴിക്കൽ അങ്ങാടിയിലെ വളവുകളെ എണ്ണം കുറക്കുന്നതിൻ്റെ ഭാഗമായി ഏതാണ്ട് 6ഓളം വളവുകൾ ഇല്ലാതാക്കിക്കൊണ്ട് ഇടിമുഴിക്കൽ പഴയ ബസ് സ്റ്റോപ്പിന് സമീപത്തേക്ക് വന്നു ചേരുകയും അവിടെ നിന്നും പിന്നീട് റോഡിൻ്റെ ഇടതുവശം ചാരി മുന്നോട്ട് പോയി പരമാവധി വളവ് കുറക്കുന്ന രീതിയിലാണ് റോഡിനെ റീഅലൈൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്. 1130 മീറ്റർ നീളത്തിലുള്ള ഒരു റീഅലൈൻമെൻറ്റാണ് ഈ പ്രദേശങ്ങളിൽ വരുന്നത്. ഈ റീഅലൈൻമെൻറ്റോട് കൂടി ഇടിമുഴിക്കൽ അങ്ങാടി എന്ന് പറയുന്ന പ്രദേശം തന്നെ പൂർണ്ണമായി ഇല്ലാതാകുന്ന അല്ലെങ്കിൽ ഒരു 75% അങ്ങാടിയും ഇല്ലാതാകുന്ന കാഴ്ചയാണ് ഇടിമുഴിക്കൽ നമ്മൾ കാണുന്നത്. മറ്റ് പ്രദേശങ്ങളിലൊക്കെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ റീഅലൈൻമെൻറ്റുകൾ വന്നിട്ടുണ്ട്. എങ്കിലും ഇതുപോലെ ഒരു അങ്ങാടി തന്നെ പൂർണ്ണമായും നാമാവിശേഷമാകുന്നൊരു കാഴ്ച ദേശീയപാതയിൽ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഏതായിരുന്നാലും ഇടിമുഴിക്കൽ അങ്ങാടിയിൽ വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്, ഒരുപക്ഷെ റോഡ് പണി പൂർത്തിയായി കഴിഞ്ഞാൽ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് ഇടിമുഴിക്കൽ പ്രദേശത്ത് വരുന്നത്. അതുപോലെ തന്നെ ഇടിമുഴിക്കൽ ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ഏതായാലും ഇടിമുഴിക്കൽ ജംഗ്ഷൻ പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ റീച്ചിൻ്റെ അവസാന ഭാഗമായ രാമനാട്ടുകര ബൈപ്പാസിനടുത്തേക്കാണ്. ഇടിമുഴിക്കൽ അങ്ങാടി കഴിഞ്ഞ് റോഡ് പിന്നീട് വലതുഭാഗത്തേക്ക് റീഅലൈൻമെൻറ്റിലേക്ക് മാറി ഇരുഭാഗത്തു നിന്നും സ്ഥലമേറ്റെടുത്തുകൊണ്ട് അവിടെ മുന്നോട്ട് പോവുകയാണ്. ഈ റീച്ച് അവസാനിക്കുന്ന രാമനാട്ടുകര ബൈപ്പാസ് ആരംഭിക്കുന്നിടം വരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിക്കൊണ്ട് നമ്മളുമായി സഹകരിക്കണമെന്നും സമാന ചിന്താഗതിയിലുള്ള ആളുകളിലേക്ക്, നിങ്ങളുടെ നാട്ടുകാരിലേക്ക്, കൂട്ടുകാരിലേക്കൊക്കെ ഈ ചാനലിനെ ഒന്ന് പരിചയപ്പെടുത്തണമെന്നും എല്ലാ നല്ല പ്രേക്ഷകരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനി നമ്മൾ കോഴിക്കോട് ജില്ലയിലേക്ക്
കാലെടുത്ത് വെക്കുകയാണ്, അല്ല കോഴിക്കോട് ജില്ലയിലേക്ക് ഡ്രോൺ പറത്തുകയാണ്. ഇപ്പോൾ നമ്മൾ അവസാനിപ്പിച്ച രാമനാട്ടുകര ബോർഡർ മുതൽ അങ്ങോട്ട് മുന്നോട്ടുള്ള കാഴ്ചകളുമായി വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.